Today we are discussing about the payment of Gratuity Act 1972. അപ്പോൾ എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് ഗിവൺ ടു എംപ്ലോയീസ് എസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ദ ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ ഹി ഓർ ഷീ ഹാസ് റെൻഡഡ് കണ്ടിന്യൂസ് സർവീസ് ഫോർ നോട്ട് ലെസ് ദാൻ 5 years for the recognition of continuous meritorious service and sincere efforts by the employee towards the organization. അപ്പോൾ ഒരു എംപ്ലോയി അയാളുടെ സിൻസിയർ സർവീസ് 5 വർഷത്തിൽ കുറയാത്ത സർവീസ് ഒരു ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്നും അയാൾ പിരിയുന്നതിന് ശേഷം അയാൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതേപോലെ തന്നെ അയാൾ 5 വർഷത്തിൽ കുറയാതെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി റിട്ടയർ ആവുന്ന സമയത്ത് അയാൾക്ക് പിന്നീട് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഒരു ഏർണിങ്സും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അതിനുശേഷം വരുന്ന ഫിനാൻഷ്യൽ ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നൊരു സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 21 ഓഗസ്റ്റ് 1972 ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇത് നിലവിൽ നിയമമായിട്ട് വന്നിട്ടുള്ളത് 16 സെപ്റ്റംബർ 1972 ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എംപ്ലോയ്മെൻറ്റ് ടെർമിനേഷന് ശേഷമാണ്, അതായത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ എംപ്ലോയീസിനാണ് ഇത് അപ്ലിക്കബിൾ എന്ന് നോക്കാം. ദി ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു എവറി എംപ്ലോയി എൻഗേജ്ഡ് ഇൻ ഫാക്ടറീസ്, മൈൻസ്, oil fields, plantation, port, railway, companies, shops or other establishment with 10 or more employees are employed or were employed on any day of the preceding 12 month. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, അതായത് ഏതൊക്കെ എംപ്ലോയീസിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, മൈൻസിൽ, അതേപോലെ കോറീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ദെൻ ഓയിൽ ഫീൽഡ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ദെൻ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, പോർട്ട് തുറമുഖങ്ങളിൽ വർക്ക് ചെയ്യുന്ന, റെയിൽവേയിൽ, കമ്പനികളിൽ, ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന 10ൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. ഓക്കെ, ഈ എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു റിട്ടയർമെൻറ്റിൻ്റെ 12 മാസം മുന്നെങ്കിൽ അയാൾ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റിട്ടയർമെൻറ്റിൻ്റെ 12 മാസം മുന്നേ 5 വർഷം തുടർച്ചയായിട്ട് അയാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഗ്രാറ്റുവിറ്റിക്ക് അർഹനാണെന്ന് പറയാം. ദി എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഷാൾ ബി പെയ്ഡ് ടു എംപ്ലോയീസ് ഓൺലി ഓൺ ഹിസ് സൂപ്പറാനുവേഷൻ ഓർ റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ ഓർ ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഡിസീസ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അതായത് ഒന്നെങ്കിൽ ആ എംപ്ലോയി എന്ത് ചെയ്യണം, അയാളുടെ ആ ഒരു വർക്കിംഗ് കാലാവധിക്ക് ശേഷം, അതായത് റിട്ടയർമെൻറ്റിനോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അയാൾ റിട്ടയർ ആവണം, അതല്ലെങ്കിൽ റെസിഗ്നേഷൻ വെക്കണം, അതല്ലെങ്കിൽ അയാളുടെ മരണത്തിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അയാൾക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യത്തിലാവുകയോ ചെയ്താൽ മാത്രമേ അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് ബട്ട് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ് കണ്ടീഷൻ ഓഫ് 5 year കണ്ടിന്യൂസ് സർവീസ് ഇസ് നോട്ട് റിക്വയർഡ് ടു ബി ഫുൾഫിൽഡ്. അപ്പോൾ അയാൾക്ക് മരണം, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിസേബിൾമെൻറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം എന്ന് പറയുന്ന കാലാവധി അവിടെ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, പിന്നെ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസും അതേപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെയും കൂടി കോൺട്രിബ്യൂഷനാണ് ഗ്രാറ്റുവിറ്റീൻ്റെ അകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് ടാക്സിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് വരുന്നത്, 2 കോൺട്രിബ്യൂഷൻസും കൂടെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എൻ എംപ്ലോയി ഇറ്റ് ഷാൾ ബി പെയ്ഡ് ടു ദി നോമിനി ഓർ ഹയർ ഓഫ് ദി എംപ്ലോയി. അപ്പോൾ എംപ്ലോയി മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ ഹയറിനോ അല്ലെങ്കിൽ അയാളുടെ നോമിനിക്കോ ആണ് ഈ ഒരു ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഗ്രാറ്റുവിറ്റിനെ കുറിച്ചിട്ട്
തുടക്കത്തിൽ പറയാനുള്ളത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ്. 21 ഓഗസ്റ്റ് 1972 ആണ് ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ സേവനം നൽകിയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് അയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്നുള്ള രീതിക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാലറിയിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ പിടിച്ചിട്ടായിരിക്കും എന്ത് കൊടുക്കുക, ഈ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സിൽ കൂടുതൽ സർവീസിലുള്ള ഒരു എംപ്ലോയിക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സർവീസ്, സിൻസിയർ എഫേർട്ട് ആ എംപ്ലോയി ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാണ് ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പറയുന്നത് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു. മൈൻസിൽ, ഫാക്ടറീസ്, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്ട്, റെയിൽവേ, കമ്പനി, ഷോപ്പ് ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എല്ലാ എംപ്ലോയീസിനും ഗ്രാറ്റുവിറ്റി ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി എംപ്ലോയി ഷോൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗ്രാറ്റുവിറ്റി calculated at the rate of 15 days salary or wages for every completed year of service or part thereof exceeding 6 months. അപ്പോൾ എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 15 വർക്കിംഗ് ഡേയിലെ സാലറിയാണ് അയാൾക്ക് ഒരു വർഷത്തെ ഗ്രാറ്റുവിറ്റി ആയിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തെ സാലറിയാണ് ഒരു വർഷത്തെ ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ പറയുന്നത് സാലറി വേജസ് ഷാൾ ബി ടേക്കൺ ടു ദ ലാസ്റ്റ് ഡ്രോൺ. അപ്പോൾ അത് ഏതാണ് ബേസിക് സാലറി ആയിട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ലാസ്റ്റ് എത്രയാണോ സാലറി വിഡ്രോ ചെയ്തിട്ടുള്ളത്, റിട്ടയർ ആവുന്നതിന് തൊട്ട് മുന്നേയുള്ള മാസം ലാസ്റ്റിൽ അയാൾ വിഡ്രോ ചെയ്തിട്ടുള്ള സാലറി എത്രയാണോ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ 15 ഡേയ്സ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് പീസ് റേറ്റഡ് എംപ്ലോയീസ് ദ ആവറേജ് ഓൺ ടോട്ടൽ വേജസ് റിസീവ്ഡ് ബൈ ദം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 3 months പ്രിസീഡിംഗ് ദ ടെർമിനേഷൻ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഷാൾ ബി ദ ബേസിസ്. ഇപ്പോൾ പീസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ, പീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഒരു പീസിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ഇത്ര വേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസിന് എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവർ ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 3 മാസത്തെ സാലറി ആണ് ആവറേജ് സാലറി ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവറേജ് ആണ് എടുക്കുക. ഇൻ കേസ് ഓഫ് വർക്കേഴ്സ് ഇൻ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദ ഗ്രാറ്റുവിറ്റി ഷാൾ ബി കാൽക്കുലേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 7 days വേജസ്. ഇപ്പോൾ ഒരു സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അതായത് സീസണലായിട്ട് ജോലിയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അതായത് അയാൾക്ക് എങ്ങനെയാണ് 7 days വേജാണ് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രാറ്റുവിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. വേജസ് ആർ ടു ബി വർക്ക്ഡ് ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഡെയിലി വേജസ് ബൈ ഡിവൈഡിങ് ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി ഓർ വേജസ് ബൈ 26 days. അപ്പോൾ അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം എമൗണ്ട് വിച്ച് ക്യാൻ ബി പെയ്ഡ് അണ്ടർ ദിസ് ആക്ട് ഈസ് ലിമിറ്റഡ് ടു 10 lakh. മാക്സിമം നമുക്ക് കിട്ടുക 10 ലക്ഷമാണ്. അതിപ്പോൾ നമുക്ക് എത്ര സാലറി, ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മാസം സാലറി വാങ്ങുന്നവരുണ്ട്. അവർക്കിപ്പോൾ 15 ദിവസത്തെ സാലറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 50,000 ഒക്കെ വരും. അപ്പോൾ അത് അവരൊരു 30-40 വർഷം സർവീസൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് വലിയ എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 lakh ആണ്. അപ്പോൾ എന്താണ്, ആ 10 lakh വരെ കൊടുക്കാം. ഓക്കെ, 10 lakh മാക്സിമം നമുക്ക് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൽ കുറയുന്നത് നമ്മുടെ സാലറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കണ്ടീഷൻ ഓഫ് പേയ്മെൻറ്റാണ് പറയുന്നത്. ടു ദ എംപ്ലോയി ബിക്കം എൻറ്റൈറ്റിൽ ടു ഗ്രാറ്റുവിറ്റി ആഫ്റ്റർ ഹിസ് ഓർ ഹെർ കംപ്ലീഷൻ ഓഫ് 5 years ഓഫ് സർവീസ് വിത്തിൻ 1 employer. അപ്പോൾ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ്, ഒരു എംപ്ലോയറുടെ അണ്ടറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, 5 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ക്വാളിഫയിങ് പീരീഡ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി വേവ്ഡ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഡെത്ത് അല്ലെങ്കിൽ ഡിസേബിൾമെൻ്റ് ആണെങ്കിൽ മിനിമം ക്വാളിഫയിങ് പീരീഡ് എന്താണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ദെൻ സസ്പെൻഷൻ ഫ്രം സർവീസ് ഫോർ എനി പീരീഡ് ഓർ detachment on closure of unit or otherwise does not affect the continuity of service. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ സസ്പെൻഷനിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ സസ്പെൻഷനൊന്നും എന്ത് ചെയ്യാറില്ല, നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അതിന് നമ്മൾ ഡസ് നോട്ട് അഫക്റ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്, അതിനെ സർവീസ് കണ്ടിന്യൂഷൻ അല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഗ്രാറ്റുവിറ്റീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട് 1936.
പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട് 1936. അപ്പോൾ എന്താണ് പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട് 1936? 1936 ഈ ആക്ട് പാസ്സാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ആക്ടിന് ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 എന്ന പേര് വന്നിട്ടുള്ളത്. is an act to regulate the payment of wages to certain classes of employed persons. അപ്പോൾ നമുക്കറിയാം, ആ പേര് തന്നെയുണ്ട്, നമുക്ക് ചില എംപ്ലോയീസിന് അവർക്ക് ഒരു മിനിമം വേജ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 എന്ന് പറയുന്നത്. The Payment of Wages Act seeks to ensure that the employers make a timely payment of wages to the employees working in the establishment and to prevent unauthorized deduction from the wages. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? കറക്റ്റ് ടൈമിൽ അവർക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒന്നും വേജസിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില സമയത്ത് ചില എംപ്ലോയീസ് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യാം, അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഡിഡക്ഷൻസ് വരുത്തും. അതായത് നിങ്ങൾ ഇന്ന ദിവസം എത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ദിവസം ഓഫ് ഡേ ആയിരുന്നു, അപ്പോൾ അതിന് നമുക്ക് സാലറി തരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർ സാലറി കട്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നിയമം മൂലം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 ആക്ട് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് വേജസ് ആക്ട് 1936, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ്. ഓക്കെ, അവിടെ ഒരു ഓഫ് ഉണ്ട് കേട്ടോ. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേജസ് മീൻസ് ഓൾ റെമ്യൂണറേഷൻ capable of being expressed in terms of money which would, if the terms of contract of employment express or implied were fulfilled, be payable whether conditionally upon the regular attendance, good work or conduct or other behavior of the person employed or otherwise to person employed in respect of his employment. അപ്പോൾ അവിടെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് മണി ആയിട്ട് നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൈൻ എമൗണ്ട് നമുക്ക് വേജ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് മണി ഇൻ ടേംസ് ഓഫ് മണിയിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു വേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ റെമ്യൂണറേഷൻ ആണ്. അതിൽ നമ്മുടെ ബേസിക് പേ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ അറ്റൻഡൻസ്, വർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക, വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, പേയബിൾ ടു സച്ച് പേഴ്സൺ ബൈ റീസൺ ഓഫ് ദ ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ദ വാല്യൂ ഓഫ് എനി ഹൗസ് അക്കോമഡേഷൻ, സപ്ലൈ ഓഫ് ലൈറ്റ്, വാട്ടർ, മെഡിക്കൽ അറ്റൻഡൻസ് ഓർ അതർ അമ്യൂണിറ്റി or of any service excluded by general or special order of the government, any travelling allowance or the value of any travelling concession, any sum paid to the person employed or different special expenses entitled on him by the nature of his employment. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പെടുന്നില്ല. അതായത് ട്രാവലിംഗ് അലവൻസോ മെഡിക്കൽ അലവൻസോ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് പെടുന്നില്ല. വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം വേജാണ് നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മിനിമം പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 എന്ന് പറയുന്നത്. ഇനി ഈ വേജ് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ് സെക്ഷൻ 3 പറയുന്നത് ഈ ആക്ടിൻ്റെ. അപ്പോൾ എന്താണ്, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി നോക്കാം. Every employer shall be responsible for the payment of persons employed by him of all wages required to be paid. അപ്പോൾ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? എംപ്ലോയർ ആണ്. ആരാണോ ജോലിക്ക് വെച്ചിട്ടുള്ളത് അവരാണ് വേജ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇൻ ദ കേസ് ഓഫ് ദി ഫാക്ടറി, മാനേജർ ഓഫ് ദാറ്റ് ഫാക്ടറി ഷാൾ ബി ലയബിൾ ടു പേ ദ വേജസ് ഓഫ് ദി എംപ്ലോയീസ് എംപ്ലോയ്ഡ് ബൈ ഹിം. അപ്പോൾ ഒരു ഫാക്ടറി ആണെങ്കിൽ അവിടെയുള്ള മാനേജറാണ് എന്ത് ചെയ്യേണ്ടത്, എംപ്ലോയീസിന് വേജസ് കൊടുക്കേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഓർ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലാത്ത എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആണെങ്കിൽ സൂപ്പർവിഷൻ ഷാൾ ബി ലയബിൾ, സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ലയബിളായിട്ടുണ്ടായിരിക്കുക. റെയിൽവേ അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേൻ്റെ കേസാണെങ്കിൽ ആരാണോ അതിൽ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് അവർക്കായിരിക്കും ലയബിലിറ്റി ഉണ്ടായിരിക്കുക. ഇൻ കേസ് കോൺട്രാക്ടറിനാണെങ്കിൽ person designated by such contractor who is directly under his charge shall be liable for the payment. അപ്പോൾ അയാളുടെ അണ്ടറിലുള്ള കോൺട്രാക്ടറിൽ ആർക്കാണോ ഇൻചാർജ് ഉള്ളത് അയാളായിരിക്കും പേ ചെയ്യേണ്ടി വരിക. ഓക്കെ,
Then regular pay or payment on time. Salary must be credited before the 7th day of a month where the number of workers is less than 1000 and 10th day otherwise. Okay, the wage period shall not exceed 1 month. അപ്പോൾ വേജിനൊരു പീരീഡൊക്കെ ഉണ്ട്, ഒരു കാലയളവുണ്ട്. 7 ദിവസത്തിനുള്ളിൽ, ഒരു മാസം തുടങ്ങി 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്. അതായത് 1000 എംപ്ലോയീസിൽ കുറവുള്ള സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ 10ാമത്തെ ദിവസം നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും ഒരു മാസത്തിൽ കൂടുതൽ വേജസ് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഇതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് കുറച്ച് കട്ടിങ് വരും, അതെന്തൊക്കെയാണെന്നുള്ളതാണ്. എൻ എംപ്ലോയർ ഈസ് അലൗഡ് ടു ഡിഡക്ട് ഓൺലി ഓതറൈസ്ഡ് ഡിഡക്ഷൻസ്, അതായത് ഫൈൻ, ആബ്സെൻസ് ഫ്രം വർക്ക്. അപ്പോൾ നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് നോർമൽ കാഷ്വൽ ലീവ്സിലൊക്കെ പുറമെ നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താവും, LOP ആവും, ലോസ് ഓഫ് പേ ആയിട്ട് മാറും. ദെൻ ഡാമേജസ് ഓർ ലോസ് ഓഫ് പ്രോപ്പർട്ടി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്. ദെൻ റിക്കവറി ഓഫ് ലോൺസ്, നമ്മൾ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കട്ടിങ് ഉണ്ടായിരിക്കും. ദെൻ ഇൻഷുറൻസിലേക്ക് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിഡക്ഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ ഡിഡക്ഷൻസ് അല്ല കേട്ടോ. സ്റ്റോപ്പേജസ് ഓഫ് ദ ഇൻക്രിമെൻറ്റ് ഓഫ് എംപ്ലോയി, stoppage of the promotion of the employee, stoppage of the incentive, lack of performance by employee, demotion of employee, suspension. അതായത് നമ്മൾ ഈ പെനാൽറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് എംപ്ലോയീസിന് എന്തൊക്കെ രീതിയിൽ ഡിഗ്രേഡ് ചെയ്യാമെന്നുള്ളത് പണിഷ്മെൻറ്റുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഡിഡക്ഷനായിട്ട് ഉൾപ്പെടുത്താൻ പാടില്ല കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് മോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ ദി ആക്ട് സാലറീസ് ആർ ടു ബി പെയ്ഡ് ഇൻ കറൻസി, നോട്ട്സ് ഓർ കോയിൻസ്. ഡയറക്റ്റ് ക്രെഡിറ്റ് ഈസ് പെർമിറ്റഡ് ഇഫ് ആൻ എംപ്ലോയി അഗ്രീസ്. ഇപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നോട്ടായിട്ട് അല്ലെങ്കിൽ കോയിനായിട്ടാണ്. അപ്പോൾ എംപ്ലോയി ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്, വേജ് ആക്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മിനിമം വേജ് ആക്ട് അല്ല ഇത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ് കേട്ടോ. മിനിമം വേജ് ആക്ട് വേറെ വരുന്നുണ്ട്. അടുത്തത് പറയുന്നത് മിനിമം വേജ് ആക്ട് 1948 ആണ്. മിനിമം വേജ് ആക്ട് 1948 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ലെജിസ്ലേഷനാണ്. എയിംഡ് അറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഫിക്സേഷൻ ഓഫ് മിനിമം റേറ്റ് ഓഫ് വേജസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സെൻട്രൽ ലെജിസ്ലേഷനാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് മിനിമം വേജസ് ആക്ട് 1948 എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആക്ട് എയിംസ് അറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഫിക്സേഷൻ ഓഫ് മിനിമം വേജസ് വിത്ത് എ വ്യൂ ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന്, അതായത് ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഫിക്സേഷൻ ഓഫ് മിനിമം വേജസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം ഒരു എംപ്ലോയിക്ക് മിനിമം എത്ര വേതനം കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഫിക്സേഷൻ ഓഫ് മിനിമം വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റേറ്റിന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യാറുള്ളത്, ഈ മിനിമം വേജ് തീരുമാനിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ആക്ട് പ്രകാരം ഒരു എംപ്ലോയി എന്ന് കൺസിഡർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, ദ പേഴ്സൺ ഹു ഈസ് എംപ്ലോയിഡ് ഫോർ ഹയർ ഓർ റിവാർഡ് ടു ഡു എനി വർക്ക്. അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു റിവാർഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, അയാൾ സ്കിൽഡ് ആയിക്കോട്ടെ, അൺസ്കിൽഡ് ആയിക്കോട്ടെ, മാനുവൽ ആയിക്കോട്ടെ, ക്ലറിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാത്തതായിക്കോട്ടെ, ഏതാണെങ്കിലും അയാൾ ഒരു വർക്കറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഔട്ട് വർക്കർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താറുണ്ട്. അതായത് പുറത്ത് പോയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ, അതുപോലെ ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്യാനും ആർട്ടിക്കിൾ കളക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ വിടുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇത് കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ an employee declared to an employee by the appropriate ഗവൺമെൻറ് ഒരു എംപ്ലോയി ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം മിനിമം വേജ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസും കൂടെ ഈ ഒരു കേസിൽ വേജസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അക്കോമഡേഷനൊന്നും, അതായത് ഹൗസ് അക്കോമഡേഷൻ ഒന്നും നമ്മൾ ഇതിൽ വാല്യൂ ഇതിലേക്ക് ആഡ് ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മൾ EPF, അതേപോലെ എന്തെങ്കിലും പേഴ്സണൽ ഫണ്ടിലേക്കൊക്കെയുള്ള, അതുപോലെ ഇൻഷുറൻസിലേക്കുള്ള കോൺട്രിബ്യൂഷനൊന്നും ഇതിൽ ഉൾപ്പെടുത്താറില്ല. ട്രാവലിംഗ് അലവൻസ് ഉൾപ്പെടുത്താറില്ല.
അതേപോലെ തന്നെ എന്തെങ്കിലും സോഷ്യൽ എക്സ്പെൻസ്, ഗ്രാറ്റുവിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വരുന്ന എമൗണ്ട് ഈ മിനിമം വേജിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കുക. പിന്നെ അടുത്തൊന്നൊരു ആക്റ്റാണ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയിക്ക് 20 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ആ എംപ്ലോയിക്ക് ഒരു ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ എംപ്ലോയർ നിർബന്ധിതരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് എത്രയാണ് മിനിമം ബോണസ് എന്നുള്ളത്. മിനിമം ബോണസ് ഓഫ് 8.33% ഈസ് പേയബിൾ ബൈ എവറി ഇൻഡസ്ട്രി ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 10 ഓഫ് ദി ആക്ട്. ഈ ആക്ട് പ്രകാരം 8.33% മിനിമം ബോണസ് കൊടുക്കാൻ ഓരോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ബാധ്യസ്ഥരാണ്. മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് പെയ്ഡ് ബൈ അക്കൗണ്ടിങ് ആൻഡ് ഷാൾ നോട്ട് എക്സിഡ് 20% ഓഫ് ദി സാലറി ഓർ വേജ് ഓഫ് എൻ എംപ്ലോയി. അപ്പോൾ അതിൽ 20% കൂടുതൽ സാലറിയുടെ അല്ലെങ്കിൽ വേജിൻ്റെ 20% കൂടുതൽ ഒരിക്കലും ബോണസ് കൊടുക്കാനും പാടില്ല. ഓക്കെ, ഇനി എംപ്ലോയി ഈസ് എലിജിബിൾ ഫോർ അവൈലിംഗ് ബോണസ്. ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് പറ്റും. എംപ്ലോയി എന്ന് പറയുന്നത് നോർമൽ വർക്ക് ചെയ്യുന്ന ആളുകളോ സ്കിൽഡ് ആയിട്ടുള്ളതോ അൺസ്കിൽഡ് ആയിട്ടുള്ളതോ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അയാൾക്ക് ബോണസിന് അർഹനാണ്. എംപ്ലോയി ഹു ഹാവ് വർക്ക് നോട്ട് ലെസ് ദാൻ 30 വർക്കിംഗ് ഡേയ്സ് ഇൻ ദി സെയിം ഇയർ. ആ ഒരു വർക്കിംഗ് ഇയറിൽ അയാൾ മിനിമം ഒരു 30 ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു റൂള് മാത്രമേ ഇതിന് ഉള്ളൂ.